ഹായ് നമസ്കാരം. LP-UPയുടെ സൈക്കോളജി ചോദ്യപ്പെട്ടി നമ്മൾ ഒരുപാട് നാളുകളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അടുത്ത വരുന്ന LP-UPയിലേക്കും നമ്മൾ അത് തുടരുകയാണ്. LP-UPക്കും അതുപോലെ തന്നെ കേരറ്റ് എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ സൈക്കോളജിയുടെ കുറേയേറെ ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻസിൻ്റെ അഡീഷണൽ ഫാക്റ്റുകളുമായിട്ടാണ് ഇന്നത്തെ ചോദ്യപ്പെട്ടിയിലൂടെ എത്തിയിരിക്കുന്നത്. സോ നമുക്ക് കണ്ടൻറ്റിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയവും കേട്ടോ. ഹെയ്ൻസ് ഡിലെമ എന്ന സാങ്കല്പിക കഥ അടിസ്ഥാനമാക്കി തൻ്റെ ആശയങ്ങൾ ചിട്ടപ്പെടുത്തിയത് ബ്രൂണർ, പിയാഷെ, ഗാഗ്നെ, ലോറൻസ് കോൾബർഗ്. ബ്രൂണർ നടക്കണം, ബ്രൂണറാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിവിടെ ചോദ്യങ്ങളായിട്ട് എടുക്കുന്നത്. എനിവേ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റണം. ഹെയ്ൻസ് ഡിലേമ എന്നൊരു പേര് കാണുമ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹെയ്ൻസ് ഡിലേമ എന്ന് പറയുന്നൊരു കഥ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ തിയറി നമുക്ക് നൽകിയ ആളാണ് ലോറൻസ് കോൾബർഗ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ലോറൻസ് കോൾബർഗിൻ്റെ ഹെയ്ൻസ് ഡിലേമ എന്ന് പറയുന്ന ആ ആശയത്തെയാണ് നമ്മൾ ഇന്നത്തെ ചോദ്യപ്പെട്ടിയിൽ ക്വസ്റ്റ്യനായിട്ടും അതേപോലെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ തിയറി നിങ്ങൾക്ക് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നുണ്ട്. യൂസ്ഫുൾ ആവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എൻട്രിയിൽ LP-UPയുടെ കോഴ്സ് റണ്ണിങ് ആണ്. അതിൽ ചോദ്യപ്പെട്ടി ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് ഉഷാറായിട്ട് പഠിക്കുക. ആദ്യ റാങ്കുകളിൽ ഇടം പിടിക്കുമ്പോഴാണ് ജോലി ഉറപ്പിക്കാൻ സാധിക്കുക എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിക്കുക. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, സന്മാർഗിക വികാസത്തെ കോൾബർഗ് എത്ര ഘട്ടങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട്? അപ്പോൾ ഹെയ്ൻസ് ഡിലേമ എന്ന് പറയുന്ന ആശയം ഉപയോഗിച്ചുകൊണ്ട് ഈ സന്മാർഗിക ഘട്ടത്തെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആളാണ് ആര്? ഹെയ്ൻസ് ഡിലേമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ലോറൻസ് കോൾബർഗ്. പക്ഷെ അദ്ദേഹം ആ വികാസത്തെ സന്മാർഗിക വികാസത്തെ എത്ര ഘട്ടങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 8, 4, 3, 2. ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിനെ ഓരോ 2 വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ 6 തലങ്ങളെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. എനിവേ ഇവിടെ 3 ഘട്ടങ്ങളായിട്ട് കോൾബർഗ് ഡിവൈഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒന്ന് ഓർത്തിരിക്കാം. അടുത്തെന്താ? കീഴ്വഴക്കങ്ങളും ആചാരമര്യാദകളും മാമൂലുകളും ഒന്നും തന്നെ കുട്ടിക്ക് പ്രശ്നമല്ലാത്ത ഘട്ടം. അപ്പോൾ ഹെയ്ൻസ് ഡിലേമയിലൂടെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ഹെയ്ൻസ് ഡിലേമയ്ക്ക് ശേഷം പുള്ളി എത്ര തലങ്ങളായിട്ട് അല്ലെങ്കിൽ എത്ര ഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ തലങ്ങളിലും സംബന്ധിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിൽ കീഴ്വഴക്കങ്ങളും ആചാരമര്യാദകളും മാമൂലുകളും ഒന്നും തന്നെ കുട്ടിക്ക് പ്രശ്നമല്ലാത്തത് യാഥാസ്ഥിതിക സദാചാരഘട്ടം അഥവാ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് ആണോ, യാഥാസ്ഥിതികാനന്തര സദാചാരഘട്ടം അഥവാ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് ആണോ, പൂർവ്വ യാഥാസ്ഥിതിക സദാചാരഘട്ടം അഥവാ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് ആണോ, അതോ ഇനി ബോത്ത് A and B ആണോ ആൻസറായിട്ട് വരിക? അപ്പോൾ ഈ ഘട്ടങ്ങളൊക്കെ പഠിക്കണം. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരിക. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് ആണ് അവിടുത്തെ ആൻസറായിട്ട് വരിക. ഈ തിയറി നന്നായി പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആഴത്തിൽ ഡെപ്തിൽ ഇത് പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിനെ കവർ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. വീട്ടുകാരെ ബോധിപ്പിക്കാൻ വായിക്കുക, അധ്യാപകരെ ബോധിപ്പിക്കാൻ ഗ്രഹപാഠം ചെയ്യുക, ഇവയെല്ലാം ഏത് ഘട്ടത്തിലെ സവിശേഷതയാണ്? അപ്പോൾ കണ്ടോ, മാമൂലുകളോ ആചാരങ്ങളൊന്നും ഇല്ലാത്ത, അത് കഴിഞ്ഞിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അങ്ങനെ ഓരോ ഘട്ടത്തിൽ ഓരോ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ശിക്ഷയും അനുസരണയുമാണോ, പ്രായോഗികമായ ആപേക്ഷികത്വമാണോ, വ്യക്തിയാന്തര സമവായമാണോ, നിയമ സുസ്ഥിതി പാലനമാണോ? ഏതാണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക? പ്രായോഗികമായ ആപേക്ഷികത്വം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരിക. കാണാതെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം മനസ്സിലാക്കി പഠിച്ച് പരമാവധി ചോദ്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് ആപ്ലിക്കേഷൻ തലത്തിൽ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഈ ആൻസറും എത്താനായിട്ട് സാധിക്കൂ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അവനവൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്ന ഒരു സന്മാർഗിക ഘട്ടം, യാഥാസ്ഥിതിക സദാചാരഘട്ടം, യാഥാസ്ഥിതികാനന്തര സദാചാരഘട്ടം, പൂർവ്വ യാഥാസ്ഥിതിക സദാചാരഘട്ടം, ബോത്ത് A and B. കണ്ടോ, ഓപ്ഷൻസ് എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. ഇവിടെ യാഥാസ്ഥിതികാനന്തര സദാചാരഘട്ടം, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓരോ ഘട്ടവും അതിനകത്തെ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഈ ഏരിയ പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് പഠിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ എങ്ങനെയൊക്കെ വരുമെന്ന്. ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹെയ്ൻസ് ഡിലേമ എന്ന സാങ്കല്പിക കഥയെ അടിസ്ഥാനമാക്കിയിട്ട് ലോറൻസ് കോൾബർഗ് തൻ്റെ ആശയങ്ങൾ ചിട്ടപ്പെടുത്തി. അതായത് ഹെയ്ൻസ് എന്ന് പറയുന്ന ഒരാൾ തൻ്റെ ഭാര്യയ്ക്ക് വലിയ രോഗം പിടിപെടുന്നു. അപ്പോൾ അവരെ ഈ രോഗത്തിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ വളരെ വിലക്കൂടിയ ഒരു മരുന്ന് ഒരു ഡോക്ടർ കണ്ടെത്തിയതായിട്ട്
പറയുന്നു. ആ ഡോക്ടറിൻ്റെ അടുത്ത് ഇത് മേടിക്കണമെങ്കിൽ വലിയ കാശാണ്, വലിയ സാമ്പത്തികം ആവശ്യമാണ്. അത് ഈ ഹെയ്ൻസിനില്ല. അപ്പോൾ ഹെയ്ൻസ് എന്ത് ചെയ്യും? ദെൻ ഓരോ ഘട്ടത്തിലുള്ളവരോട് ഈ ചോദ്യം ചോദിക്കുന്നു. ഹെയ്ൻസ് മോഷ്ടിക്കാൻ തീരുമാനിക്കുകയാണ്. അത് മോഷ്ടിക്കാൻ തീരുമാനിച്ചു, മോഷ്ടിച്ചുകൊണ്ട് ഭാര്യയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ഇത് ചോദിക്കുമ്പോൾ ഹെയ്ൻസ് ചെയ്തത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഇതിനെ ഏതെല്ലാം രീതിയിൽ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അറിഞ്ഞ ശേഷമാണ് ഈ കോൾബർഗ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പല സ്റ്റേജായിട്ട് ഇതിനെ തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹെയ്ൻസ് ഡിലേമയുടെ ഒരു സമ്മറി എന്ന് പറയുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും ഇവിടെ അറിഞ്ഞിരിക്കണം. എന്നിട്ട് ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്, ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് എന്നീ കൃതികളിലൂടെയാണ് അദ്ദേഹം തൻ്റെ കണ്ടെത്തലുകൾ പറഞ്ഞിട്ടുള്ളത്. അതായത് 81-83 കാലഘട്ടങ്ങളിൽ ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്, ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് എന്നീ കൃതികളിലൂടെ, പുസ്തകങ്ങളിലൂടെയാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. കാരണം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യനായിട്ട് ഈ പുസ്തകങ്ങളുടെ പേരൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് എക്സ്ട്രാ റെഫറൻസിന് ഈ കാര്യങ്ങൾ പഠിക്കാൻ എടുക്കേണ്ടത്? ഉറപ്പായിട്ടും SCERT പുറത്തിറക്കിയിരിക്കുന്ന DLDൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ലോറൻസ് കോൾബർഗിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായിരുന്നു. ചിക്കാഗോ സർവകലാശാല, ഹവാർഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ എന്നിവകളിൽ സാമൂഹ്യ മനഃശാസ്ത്രത്തിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്, ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ആ കൃതികളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, ചോദ്യമായിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. സന്മാർഗിക വികാസത്തെ കോൾബർഗ് 3 ഘട്ടങ്ങളായി വിഭജിക്കുന്നു. അടുത്തൊരു ചോദ്യം അതല്ലായിരുന്നോ? സന്മാർഗിക വികാസ ഘട്ടങ്ങളെ ലോറൻസ് കോൾബർഗ് എത്ര ഘട്ടങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട്? 3 ആയിട്ട് വിഭജിക്കുന്നുണ്ട്. ദെൻ അവ ഓരോന്നിനെയും 2 വീതം അല്ലെ 2ആയിട്ട് വീണ്ടും തരംതിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആകെ 6 തലങ്ങൾ, 3 ഘട്ടങ്ങളിലായി 6 തലങ്ങൾ, 3 ഘട്ടങ്ങളിലായിട്ട് 6 തലങ്ങളെ തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. അത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്, ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾ HDയിലിട്ട് വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷിലുള്ള വേർഡ്സ് ആദ്യം ഒന്ന് പരിചയപ്പെട്ടു, എന്നിട്ട് നമുക്ക് മലയാളം കൂടി പഠിച്ചു പോവാം. പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്, കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്, പ്രീ കൺവെൻഷണൽ കേട്ടോ, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്, കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്, ഇങ്ങനെ 3ആയിട്ട് തിരിക്കുന്നു. അതാണ് നിങ്ങൾ ഓപ്ഷൻ കണ്ടത്. ഇതിൽ തന്നെ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജിനെ പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ, ഇൻസ്ട്രുമെൻ്റൽ റിലേറ്റിവിസ്റ്റ് ഓറിയൻറ്റേഷൻ എന്നിങ്ങനെ 2 തലങ്ങളായിട്ട് വീണ്ടും തിരിക്കുന്നുണ്ട്. നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജിൻ്റെയോ ഇൻ്റർപേഴ്സണൽ കോൺകോർഡൻസ് ഓറിയൻറ്റേഷൻ, ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് 2ആയിട്ട് തിരിക്കുന്നുണ്ട്. ദെൻ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജിനെയോ സോഷ്യൽ കോൺട്രാക്റ്റ് ഓറിയൻറ്റേഷൻ, എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓറിയൻറ്റേഷൻ എന്നിങ്ങനെ 2ആയിട്ട് തിരിക്കുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യണം, പോസ് ചെയ്ത് വെക്കണം. പോസ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വായിച്ച് ഈ 3 എണ്ണവും ആദ്യം, ദെൻ ഓരോന്നിൻ്റെയും 2 വീതമുള്ള ഡിവിഷൻ ക്ലിയറായിട്ട് മനസ്സിലാക്കണം. അത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാമെങ്കിൽ ബൈഹാർട്ടും ചെയ്ത് വെച്ചു. ഒന്ന് ഇത് കൺസെപ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ, ഇതിനകത്ത് എന്തൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ, പ്രീ കൺവെൻഷൻ, പോസ്റ്റ് കൺവെൻഷൻ, പ്രീ പോസ്റ്റ് വരെ. അത് നിങ്ങൾക്ക് ഓർഡറിൽ ഓർത്തിരിക്കാൻ പറ്റും. പ്രീക്കകത്താണ് പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ, അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇൻസ്ട്രുമെൻ്റൽ റിലേറ്റിവിസ്റ്റ്, ദെൻ അടുത്തതിനകത്താണ് ഇൻ്റർപേഴ്സണൽ കോൺകോർഡൻസ് ഓറിയൻറ്റേഷനും ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷനും, ദെൻ സോഷ്യൽ കോൺട്രാക്റ്റ്, എത്തിക്കൽ പ്രിൻസിപ്പിൾ. മീനിങ് അറിഞ്ഞ് പഠിക്കുമ്പോൾ ഈ 6 എണ്ണം പഠിക്കാൻ എളുപ്പമാണ്. അതിലേക്ക് നമ്മൾ വരാൻ പോവാം. അതിന് മുമ്പ് നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് നിങ്ങളുടെ മനസ്സിൽ കയറ്റി വെച്ചോ, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുണ്ടാവും. പോസ് ചെയ്ത് വയ്ക്കുക. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും പോസ് ചെയ്ത് വെച്ചിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് അടുത്ത കാര്യത്തിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. നമ്മൾ 1ാമത്തെ ഘട്ടത്തെക്കുറിച്ച് പറയാൻ പോവാണ്. അവിടെ കണ്ടു നിങ്ങൾ, കൺവെൻഷണലിന് മുമ്പ് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് ഉണ്ട്, അഥവാ പൂർവ്വ യാഥാസ്ഥിതിക സദാചാരഘട്ടം. കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ യാഥാസ്ഥിതിക സദാചാരഘട്ടമാണ്. അതിന് മുമ്പുള്ളതാണ് പ്രീ കൺവെൻഷണൽ. അപ്പോൾ പൂർവ്വ യാഥാസ്ഥിതിക സദാചാരഘട്ടം, കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുമ്പോൾ യാഥാസ്ഥിതിക സദാചാരഘട്ടം. ആ യാഥാസ്ഥിതിക സദാചാരഘട്ടം വാക്കുകൂടി ഓർത്തിരിക്കണം. അതിന് തൊട്ട് മുമ്പുള്ളതാണ് പൂർവ്വ യാഥാസ്ഥിതിക സദാചാരഘട്ടം. അപ്പോൾ ആ സദാചാരത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പുള്ള ഘട്ടം എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? എന്താണെന്ന് നോക്കാം. സമൂഹവുമായി ഇടപെട്ടുകൊണ്ട് സന്മാർഗത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിന് മുൻപുള്ള ഘട്ടം. ഞാൻ പറഞ്ഞല്ലോ, യാഥാസ്ഥിതിക സദാചാരഘട്ടത്തിന് മുൻപായതുകൊണ്ടാണ് പൂർവം, പ്രീ അതിന് മുൻപാണ്. അതായത് സൊസൈറ്റി ആയിട്ടൊന്നും ഇടപെട്ടുകൊണ്ട് ഈ പറയുന്ന മൊറാലിറ്റിയെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടൊന്നും രൂപീകരിക്കുന്നില്ല. അതിന് മുൻപുള്ള ഘട്ടം, അങ്ങനെയൊക്കെ ആകുന്നതിന് മുൻപുള്ള ഘട്ടമാണ്. അതുകൊണ്ടാണ് പ്രീ അല്ലെങ്കിൽ പൂർവ്വ എന്നുള്ളത് അവിടെ വന്നിരിക്കുന്നത്. നോട്ട് ചെയ്ത് കണക്ട് ചെയ്ത് പറയാൻ പറ്റും.
ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഈ ഘട്ടത്തിൽ കീഴ്വഴക്കങ്ങളും ആചാരമര്യാദകളും മാമൂലുകളും ഒന്നും തന്നെ കുട്ടികൾക്ക് പ്രശ്നമല്ല. ഇതല്ലേ നമ്മളിപ്പോൾ കണ്ടേ. നിങ്ങൾ വേറെ ഒന്നും മനസ്സിലാക്കണ്ട. ഈ സദാചാരവും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള യാഥാസ്ഥിതിക സദാചാരത്തെക്കുറിച്ചൊക്കെയുള്ള ബോധങ്ങൾ ഒന്നും കുട്ടിക്ക് ഉണ്ടായിട്ടില്ല. സൊസൈറ്റിയിൽ നിന്ന് അതൊന്നും കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കുട്ടിക്ക് ഈ പറയുന്ന രീതിയിൽ ഈ കീഴ്വഴക്കങ്ങളോ ആചാരങ്ങളോ മര്യാദകളോ മാമൂലുകളോ ഒന്നും പ്രശ്നമല്ല. പബ്ലിക്കായിട്ട് എവിടെ നിന്നും എന്ത് സംശയവും ചോദിക്കാനുള്ള ധൈര്യമൊക്കെ അവനുണ്ട്. ഇപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം, ഒരു അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ച് ഇങ്ങനെ ആൾക്കാരെല്ലാം നിൽക്കുന്നതിനിടയ്ക്ക് ഒരു കുഞ്ഞുകുട്ടി, ആ കുട്ടി പെട്ടെന്ന് അവൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ചോദിക്കുക, അച്ഛയെ ഇവരെല്ലാം ഈ ഫ്രണ്ടിലത്തെ ഭണ്ഡാരത്തിൽ കൊണ്ട് പൈസ ഇടുന്ന സമയത്ത് ഈ കുട്ടി വളരെ ഒച്ചയിൽ, എല്ലാവരും ഭയങ്കര സൈലൻസിൽ ഇരിക്കുന്ന സമയമാണ്, ആകെ ഭണ്ഡാരത്തിൽ തൊട്ട് വീഴുന്ന ഒച്ച മാത്രമേ കേൾക്കാനുള്ളൂ. അപ്പോൾ ഇവനിത് കുറേ നേരം നോക്കിക്കൊണ്ട് നിന്നിട്ട് വളരെ ഒച്ചയിൽ അച്ഛനോട് ചോദിച്ചു, അച്ഛ ഈ ദൈവങ്ങൾക്ക് എന്തിനായി പൈസ എന്ന് ചോദിക്കുക. അപ്പോൾ ഇതെല്ലാം ഇവനെ നോക്കുന്നു, കുറേ പേര് ചിരിക്കുന്നു, കുറേ പേര് ചിന്തിച്ചിട്ടുണ്ടാവാം ഒരു പക്ഷേ. വളരെ ജെന്യുവനായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു അല്ലേ അവൻ്റെ. അപ്പോൾ ഇതൊരു കൺവെൻഷണൽ ആയിട്ടുള്ള ചില കൺസെപ്റ്റുകൾ എന്താണെന്ന് മനസ്സിലായിട്ടുള്ള കുട്ടിക്ക്, അല്ലെങ്കിൽ അതൊന്നും അവൻ്റെ വിഷയമല്ല, അത് പാലിക്കണം എന്നതിനെക്കുറിച്ച് അവന് ബോധവുമില്ല, ആരെയും പേടിയില്ല, ഒന്നുമില്ല. അവൻ വളരെ നാച്ചുറലായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നിങ്ങൾ റിയൽ ലൈഫിലോട് കണക്ട് ചെയ്തിട്ട് മീനിങ് പഠിക്കാനൊന്ന് ശ്രമിച്ചു നോക്കിയേ. പലരും ബുദ്ധിമുട്ടായിട്ട് പലരും പറയുന്ന ഒരു സാധനമായിട്ട് ക്ലാസ്സുകളിൽ പറയാറുള്ളതാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഹെയ്ൻസ് ഡിലേമ തൊട്ടിട്ട് ഈ ഒരു ഡിവിഷനും ഘട്ടങ്ങളൊക്കെ കാണാൻ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഇത് പഠിക്കാൻ എന്താ ബുദ്ധിമുട്ട്? പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, പൂർവ്വ യാഥാസ്ഥിതിക സദാചാരഘട്ടം, സമൂഹത്തിൻ്റെ കീഴ്വഴക്കങ്ങളും മാമൂലുകളൊക്കെ ഫോളോ ചെയ്യുന്നതിന് മുൻപ് കുട്ടി വന്നിരിക്കുന്ന ആ ഒരു സ്റ്റേജ്. കുട്ടിയുടെ ചിന്തകളെല്ലാം അഹം കേന്ദ്രീകൃതമാണ്, സെൽഫ് സെൻറ്റേർഡാണ്. അവന് തോന്നുന്ന അവൻ്റെ കാഴ്ചപ്പാടിലുള്ള ആശയങ്ങളാണ് കുട്ടി ആ ഘട്ടത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പുറത്തേക്ക്. ഇതാണ് സംഭവം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭൗതിക സുഖത്തിൽ കവിഞ്ഞ ഒരാഗ്രഹവും കുട്ടിക്കില്ല. ഈ ഘട്ടത്തിന് 2 തലങ്ങളുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിൽ കുട്ടിയുടെ പ്രത്യേകത എന്താ? ഭൗതിക സുഖത്തിൽ ആണ് കുട്ടി മെയിൻ. ഭൗതികമായിട്ടുള്ള സുഖങ്ങളാണ് അവൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. വേറൊന്നും അതിനകത്ത് അവന് പ്രശ്നമല്ല. ഇനി തലം 1. അപ്പോൾ ഘട്ടങ്ങൾ വീണ്ടും 2 തലങ്ങളായിട്ട് ഓരോ ഘട്ടത്തിലും തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതിലൊന്നാമതാണ് പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ. ലോറൻസ് കോൾബർഗ് ഹെയ്ൻസ് ഡിലേമയിലൂടെ എന്താ പറഞ്ഞിരുന്നത്? അതായത് മൊറാലിറ്റി, സന്മാർഗികത അല്ലേ, സമൂഹത്തിനൊക്കെ അംഗീകരിച്ച് അല്ലെങ്കിൽ നമ്മൾ ശരിതെറ്റുകളെ മനസ്സിലാക്കി ചെയ്യുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഓരോ ഘട്ടത്തിലും എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഈ ഘട്ടത്തിൽ ശിക്ഷയും അനുസരണയുണ്ട്. അതായത് നിയമങ്ങളും ചട്ടങ്ങളുമാണ് കുട്ടിയുടെ ബിഹേവിയറിനെ നിയന്ത്രിക്കുന്നത്. ഈ ഘട്ടത്തിൽ നിയമം അനുസരിക്കുന്നത് ശിക്ഷ ഒഴിവാക്കാനാണ്. അല്ലാണ്ട് ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണിത്, അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ അതിൻ്റെ ശരിതെറ്റുകളൊന്നും അറിഞ്ഞിട്ടല്ല കുട്ടി ഈ ഘട്ടത്തിൽ ഈ പറയുന്ന നിയമങ്ങളൊന്നും പാലിക്കുന്നത്. മറിച്ച് ശിക്ഷയെ ഭയന്നാണ്. ശിക്ഷയും അനുസരണയും. നിയമം അനുസരിക്കുന്നത് ശിക്ഷ ഒഴിവാക്കാനാണ്. ശിക്ഷ ലഭിക്കുന്ന പ്രവൃത്തികൾ തെറ്റും അധർമ്മവുമായിട്ട് കുട്ടി കരുതുന്നുണ്ട്. അപ്പോൾ ഒരടി കിട്ടി, ഇത് ശരിയല്ല എന്ന് മനസ്സിലായി, എന്തോ പ്രശ്നമുണ്ട്, കാര്യം എന്താണെന്ന് അറിയത്തില്ല, ഇത് ചെയ്തപ്പോൾ അടി കിട്ടി, അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ അനുസരണ ഉണ്ടാവുന്നു. അതാണ് ആ ഒരു സംഭവം. ഇനി ശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയുള്ള അനുസരണ എന്നതിൽ കവിഞ്ഞ മൂല്യബോധം ഒന്നും കുട്ടിക്ക് ഈ ഘട്ടത്തിലില്ല. വേദന വരുത്തി വയ്ക്കുന്ന പ്രവൃത്തികളെ തെറ്റായും സുഖമുണ്ടാക്കുന്നതെല്ലാം ശരിയായും കരുതുന്നു. ഒരു തോന്നിവാസം കാണിക്കുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് അവൻ വിചാരിക്കുന്നത് നല്ലതെന്ന് വിചാരിക്കും. നേരെ മറിച്ച് വഴക്ക് പറയുമ്പോൾ അത് തെറ്റാന്ന് മനസ്സിലാവും. അതാണ് ശിക്ഷയും അനുസരണയും. പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ. ഓർത്തിരിക്കാൻ എന്താ പാട്? ആദ്യത്തെ ഘട്ടം ഏതായിരുന്നു? ആദ്യത്തെ ഘട്ടം പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, പൂർവ്വ യാഥാസ്ഥിതിക സദാചാരഘട്ടം. അതിൽ ഒരു കുട്ടിക്ക് ഒരു മൂല്യബോധവും സാധനങ്ങളൊന്നും തന്നെയില്ല. കുട്ടി മാമൂലുകളെക്കുറിച്ചൊന്നും പേടിക്കുന്നില്ല. കുട്ടിക്ക് പക്ഷേ ശിക്ഷയെ ഭയമുണ്ട്. ശിക്ഷയെ ഭയന്ന് അനുസരണ കാണിക്കും. അതാണ് ആദ്യത്തെ തലം, ശിക്ഷയും അനുസരണയും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ തലം എന്തായിരിക്കും? ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് കേട്ടോ. കൂട്ടുകാരൻ്റെ കളിപ്പാട്ടം കുട്ടിക്ക് ഇഷ്ടമാണ്, പക്ഷേ അത് തട്ടിപ്പറയ്ക്കുന്ന തെറ്റല്ല. എന്നാൽ ആ സമയത്ത് രക്ഷിതാവിൻ്റെ അടിയോ ശകാരമോ കിട്ടിയാൽ ദുഃഖമുണ്ടാക്കുന്നു. അതോടെ ശരി തെറ്റ് സങ്കല്പങ്ങളും മാറുന്നു. കുട്ടി ശരിയെന്ന് കരുതിയത് തെറ്റായി. ശിക്ഷയെ ഭയന്ന് രക്ഷിതാവിൻ്റെ സാന്നിധ്യത്തിൽ അതിൻ്റെ ആവർത്തനം കുട്ടി ഒഴിവാക്കുന്നു. ഇങ്ങനെ ശിക്ഷ നൽകി അനുസരണശീലം വളർത്തുന്ന ഘട്ടമാണ് ദണ്ഡാനുസരണ ഘട്ടം എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിനെ പറയാറുണ്ട്. അപ്പോൾ പേടിപ്പിച്ചു. ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ നല്ലൊരു കാറ് കണ്ടു. ആ കാറ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് അത് തട്ടിപ്പറിച്ചു ആ കുട്ടിയുടെ നിന്ന്. മറ്റേ കുട്ടി കരയാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ വഴക്ക് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു അടി കൊടുത്തിട്ട് മോശമാണ്, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ എടുക്കുന്നു. എന്നാൽ കുട്ടിക്ക് ആദ്യം ഒരു തെറ്റും തോന്നിയിട്ടില്ല. പക്ഷേ തല്ല് കിട്ടിയപ്പോൾ മനസ്സിലായത് ശരിയാവില്ല എന്ന് മനസ്സിലായി. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ. സോ മീനിങ് അറിഞ്ഞ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അതിനെ കവർ ചെയ്യാൻ പറ്റും. അടുത്ത രണ്ടാമത്തെ തലമാണ് തലം 2. നോക്കിക്കേ, പ്രായോഗികമായ ആപേക്ഷികത്വം.
ഇൻസ്ട്രുമെൻ്റൽ റിലേറ്റിവിസ്റ്റ് ഓറിയൻറ്റേഷൻ, പ്രായോഗികമായ ആപേക്ഷികത്വം. ശിക്ഷയും അനുസരണയും കഴിഞ്ഞിട്ട് അതേ പ്രീ കൺവെൻഷനകത്ത് ആദ്യമുള്ള സാധനം തന്നെയാണ് പ്രായോഗികമായ ആപേക്ഷികത്വം അഥവാ ഇൻസ്ട്രുമെൻ്റൽ റിലേറ്റിവിസ്റ്റ് ഓറിയൻറ്റേഷൻ. ഇത് ന്യായാന്യായങ്ങൾ വേർതിരിച്ചറിയാൻ കുട്ടിക്ക് കഴിയുന്നില്ല. ഈ ഘട്ടത്തിലും ഒരു കൊടുക്കൽ വാങ്ങൽ മനോഭാവം അവലംബിക്കുന്നു. ഇതാണ് അവിടുത്തെ പോയിന്റ്. കൊടുക്കൽ വാങ്ങൽ മനോഭാവമാണ് ആ തലത്തിൽ കുട്ടിക്കുള്ളത്. എനിക്ക് നീ ഒരു പെൻസിൽ തന്നാൽ ഞാനൊരു മിഠായി തരാം എന്ന രീതിയിൽ സദാചാരബോധം പ്രകടിപ്പിക്കുന്നു. എനിക്കൊരു പെൻസിൽ തരുവാണെങ്കിൽ ഞാൻ മിഠായി തരാം. അതിൻ്റെ വിലയോ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യത്തെ വിലയിരുത്തിയിട്ടൊന്നും അല്ല കൊടുക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നു. അത്രയൊക്കെ ഉള്ളൂ കുട്ടിക്ക് അറിയുള്ളൂ. സോ പ്രായോഗികമായിട്ടുള്ള ആപേക്ഷികത്വം, ഇൻസ്ട്രുമെൻ്റൽ റിലേറ്റിവിസ്റ്റിക് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഒരുതരം കൊടുക്കൽ വാങ്ങൽ മനോഭാവമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു തരം ബോധിപ്പിക്കൽ മനോഭാവം ഇതോടൊപ്പം വളരുന്നു. വീട്ടുകാരെ ബോധിപ്പിക്കാൻ വായിക്കുക, അധ്യാപകരെ ബോധിപ്പിക്കാൻ ഗൃഹപാഠം ചെയ്യുക, ഇവയെല്ലാം ഈ ഘട്ടത്തിലാണ്. അത് ഓർത്തിരുന്നോണം, നോട്ട് ചെയ്യേണ്ട സാധനമാണ്. ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ട, അതായത് കുട്ടി ഇതിനെ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ മൂല്യം എന്താണ് എന്നൊന്നും അറിഞ്ഞിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. മറിച്ച് ഇത് ഞാൻ പഠിക്കണം, അത് എൻ്റെ വീട്ടുകാർ നോക്കുന്നുണ്ട്, അപ്പോൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പഠിക്കുന്നു, അല്ലെങ്കിൽ അധ്യാപകനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോംവർക്ക് ചെയ്തിട്ട് വരുന്നു. ഇതൊക്കെ ഏത് ഘട്ടത്തിലാണ്? ഇൻസ്ട്രുമെൻ്റൽ റിലേറ്റിവിസ്റ്റ് ഓറിയൻറ്റേഷൻ, പ്രായോഗികമായ ആപേക്ഷികത്വം, പ്രായോഗികതയിലൂന്നിയുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. തൻ്റെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഓരോരുത്തർക്കും നിയമം അനുസരിക്കുകയോ ലംഘിക്കുകയോ ആവാമെന്ന രീതിയിലാണ് ഈ ഘട്ടത്തിലുള്ളവർ പ്രതികരിക്കുന്നത്. തൻ്റെ ആവശ്യങ്ങൾക്ക് ഉതകുന്നതൊക്കെ ശരി, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തൃപ്തി നൽകുന്നതൊക്കെ ശരി എന്ന ചിന്താഗതിയോടെയാണ് ഇവർ മനുഷ്യബന്ധങ്ങളെ നോക്കിക്കാണുന്നത്. അപ്പോൾ അതിൻ്റെ അഡീഷണൽ ഫാക്റ്റായിട്ട് അവിടെ പറയുകയാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും അവരുടെ അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയാണെന്ന് ഇവർ കരുതുന്നു. ഈ ഘട്ടത്തിൽ ന്യായവും നീതിയും ആപേക്ഷികമാണെന്ന് കണ്ടു തുടങ്ങുന്നു. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എക്സ്ട്രാ പോയിൻറ്റ്സ് ഒക്കെ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ്, ബേസിക് കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. അടുത്ത രണ്ടാമത്തെ ഘട്ടമാണ്. ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. അടുത്ത ഘട്ടം ഏതാ? കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്, യാഥാസ്ഥിതിക സദാചാര ഘട്ടം. മറ്റേത് പ്രീ ആയിരുന്നു, ഇപ്പോൾ കൺവെൻഷണൽ സ്റ്റേജിലേക്ക് വന്നു. അപ്പോൾ സമൂഹവുമായിട്ട് ഇടപെട്ടുകൊണ്ട് സന്മാർഗത്തെക്കുറിച്ച് ഏതാനും ധാരണകൾ നേടിയെടുക്കുക ശേഷമാണ് അതിനുശേഷമുള്ള ഘട്ടമാണ് യാഥാസ്ഥിതിക സദാചാര ഘട്ടം. സൊസൈറ്റിയായിട്ട് ഇൻട്രാക്ട് ചെയ്തു, സന്മാർഗിക ബോധത്തെക്കുറിച്ചിട്ടൊക്കെ കുറച്ചൊരു ധാരണയൊക്കെ ആൾക്കാർക്ക് വന്നു. ഈ ഘട്ടത്തിലെത്തുമ്പോൾ സമൂഹത്തിലെ ആചാരങ്ങളും മാമൂലുകളും പഠിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഘട്ടമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതിന് പകരമായിട്ട്, കുട്ടി നേരത്തെ വളരെ നാച്ചുറലായിട്ട് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിന് പകരമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്, ഇത് നമ്മുടെ കസ്റ്റമാണ്, നമ്മുടെ കൾച്ചറാണ്, അത് നമുക്ക് ഫോളോ ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു മാമൂലുകളൊക്കെ പഠിച്ചിട്ട് അനുഷ്ഠിക്കുന്ന ഘട്ടമായിട്ട് നമുക്ക് ഈ പറയുന്ന യാഥാസ്ഥിതിക സദാചാരഘട്ടത്തെ കാണാനായിട്ട് സാധിക്കും. മറ്റു വ്യക്തികളുടെ സ്വാധീനം, അനുശാസനം എന്നിവ മൂലം സ്വായത്തമാക്കിയ ആശയങ്ങൾ ഈ ഘട്ടത്തിൽ അവലംബിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ്, അച്ഛനമ്മമാരുടെയും സുഹൃത്തുക്കളുടെ അധ്യാപകരുടെയൊക്കെ ഇൻഫ്ലുവൻസിലാണ് ഈ കാര്യങ്ങളൊക്കെ കുട്ടി പഠിക്കുന്നത്. ദെൻ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും പ്രവൃത്തികളാണ് സത്പ്രവൃത്തികളെന്ന് കുട്ടികൾ ധരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്ന എന്തോ അതാണ് ശരിയെന്ന് വിചാരിക്കണം. അല്ലാതെ സ്വന്തമായി ക്രിട്ടിക്കലായിട്ട് ചിന്തിച്ച് ശരി തെറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. മറ്റൊരു തെറ്റ് പറഞ്ഞു കൊടുത്താലും അതാണ് മൂല്യം എന്ന് കരുതി കുട്ടി ഫോളോ ചെയ്യുന്നൊരു ഘട്ടം. പിതൃഭക്തിയും ഗുരുഭക്തിയും പൗരബോധവുമെല്ലാം വേരുപിടിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. കുടുംബവും സമൂഹവും ഉണ്ടാകുന്ന നിയമങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാക്കുന്നതും ഇതേ ഘട്ടത്തിൽ തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ആ ഒരു ഘട്ടത്തിൻ്റെ പ്രത്യേകത അതാണ്. അതാണ് കുട്ടികളെ ആ സമയത്ത് മോൾഡ് ചെയ്യാൻ പറ്റും, അധ്യാപകർക്കും അതുപോലെ രക്ഷിതാക്കൾക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ തെറ്റുമായിട്ടുള്ള വഴി കൊണ്ടുപോകാനായിട്ട് ഈ പറയുന്ന നയിക്കുന്ന ആളുകൾ കാരണമായേക്കാം, അല്ലെങ്കിൽ ശരിയായ വഴിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോകാൻ അവർ കാരണമായേക്കാം. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജും രണ്ട് ഘട്ടങ്ങളായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യാഥാസ്ഥിതിക സദാചാര ഘട്ടത്തിനെ ആദ്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന തലം മൂന്നാമത്തത്, മറ്റേ രണ്ടെണ്ണം അവിടെ കഴിഞ്ഞു. മൂന്നാമത്തത് വ്യക്തിയാന്തര സമവായം, ഇൻ്റർപേഴ്സണൽ കോൺകോർഡൻസ് ഓറിയൻറ്റേഷൻ, ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയൻറ്റേഷൻ. ഇത് ഓർത്തിരുന്നു കേട്ടോ. ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയൻറ്റേഷൻ ഏത് ഘട്ടമാണ്? അത് വ്യക്തിയാന്തര സമവായമാണ്. ഇൻ്റർപേഴ്സണൽ കോൺകോർഡൻസ് ഓറിയൻറ്റേഷൻ എന്നുള്ളതാണ് അവിടെ വരുന്നത്. അതായത് എല്ലാവരും എനിക്ക് നല്ല കുട്ടിയാണെന്ന് പറയിപ്പിക്കണം. മിടുക്കി, നല്ല കുട്ടി, ഗുഡ് ബോയ്, ഗുഡ് ഗേൾ എന്ന് പറയുന്നത് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പം മറ്റ് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നല്ല കുട്ടി എന്ന് പറയുന്നത് കേൾക്കാനാണ് ഈ തലത്തിലുള്ള കുട്ടികൾക്ക് ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഈ ഘട്ടം ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയൻറ്റേഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഓർത്തിരിക്കണം. സദാചാരഘട്ടം അല്ലേ, നമ്മൾ പറഞ്ഞു യാഥാസ്ഥിതിക സദാചാരഘട്ടമാണ്. അത് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജിലെ ആദ്യത്തെ ഘട്ടമാണ് ഈ വ്യക്തിയാന്തര സമവായം എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം. തന്നെക്കുറിച്ച് മറ്റുള്ളവർക്ക് നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ഈ ഘട്ടത്തിലുള്ളവർ അവലംബിക്കുന്നത്. ഈ തലത്തിൽ കുട്ടിയുടെ പ്രവൃത്തികൾക്ക് ദിശാബോധം ഉണ്ടാകുന്നു. കേവലം ബോധ്യപ്പെടുത്തലിനപ്പുറം പ്രവൃത്തികളിൽ ആത്മാർത്ഥതയും
അർപ്പണബോധവുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ ആ ഒരു ലെവലിൽ കുട്ടിയെ നാട്ടുകാരെ ബോധിപ്പിക്കാനും വീട്ടുകാരെ ബോധിപ്പിക്കാനോ അധ്യാപകരെ ബോധിപ്പിക്കാനാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കുറച്ച് ആത്മാർത്ഥതയോടുകൂടിയുള്ള അർപ്പണബോധത്തോടുകൂടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവിടെ അംഗീകാരം കിട്ടണം, ഗുഡ് ബോയ് ഗുഡ് ഗേൾ വിളി കിട്ടണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് സംഭവം. വളരെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ. നല്ല കുട്ടി എന്ന വിളി കേൾക്കാൻ കൊതിക്കുന്നു. ഈ തലത്തിൽ ന്യായാന്യായങ്ങൾ തീരുമാനിക്കുന്നത് സ്വന്തം തീരുമാനപ്രകാരമായിരിക്കില്ല. അത് നോട്ട് ചെയ്യണം. അപ്പോഴും സ്വന്തം തീരുമാനമല്ല ശരിക്കും പറഞ്ഞാൽ ന്യായവും ശരിയും തെറ്റുമൊക്കെ തീരുമാനിക്കുന്നത് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ വെളിച്ചത്തിലാണ്. മറിച്ച് മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലായിരിക്കും കുട്ടി സദാചാരപരമായ ശരിയും തെറ്റും തീരുമാനിക്കുന്നത്. നാട്ടുകാർ എന്ത് പറയും എന്നൊരു സാധനമില്ലേ, ആ സാധനം ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകമാണ്. അത് കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോയില്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ കിടക്കും. അതാണ് നമ്മുടെ പലരുടെയും പ്രശ്നം. ഇനി തലം 4, അതായത് ആ രണ്ടാമത്തെ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജിലെ രണ്ടാമത്തത് തലം 4, നിയമ സുസ്ഥിതി പാലനം, ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ. അതായത് നമ്മൾ ഒരു ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് നന്മ കാണുന്ന ഘട്ടം. മറ്റേ ഗുഡ് ബോയ് ഗുഡ് ഗേൾ പറഞ്ഞു. അതുകൂടാതെ നമ്മളെ നിയമങ്ങൾ അല്ലെങ്കിൽ ക്രമവും ചിട്ടയും അച്ചടക്കവും ഒക്കെ സന്മാർഗത്തിൻ്റെ ആകത്തുകയാണെന്നും ഇത് നല്ലതിന് വേണ്ടിയിട്ടാണെന്നും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിക്കുന്ന ഘട്ടം. കടമകൾ നിറവേറ്റാതെ അവകാശങ്ങളിൽ മുറുകെ പിടിച്ചാൽ ക്രമസമാധാനം ഉണ്ടാവുകയില്ലല്ലോ. നിയമങ്ങൾ അനുസരിക്കുക എന്നത് തൻ്റെ കടമയായിട്ട് കുട്ടി കാണുന്ന ഘട്ടം കൂടിയാണ്, തലം കൂടിയാണ് ഇത് എന്നുള്ളത് ഓർക്കാം. കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജിൽ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ കഴിഞ്ഞു. നിയമസുസ്ഥിതി പാലനം അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ എന്നതുകൂടി അവിടെ ഓർത്തിരിക്കാം. നിയമങ്ങളുടെ സാധുതയെ ചോദ്യം ചെയ്യാനുള്ള കഴിവുണ്ടാകുന്നത് അടുത്ത ഘട്ടത്തിലാണ്. അപ്പോൾ നിയമം എല്ലാം നല്ലതിനാണ്, സൊസൈറ്റിയുടെ നല്ലതിനാണ് നിയമം എന്ന് മാത്രം അംഗീകരിച്ചു. ഈ നിയമം ശരിക്കും സമൂഹത്തിന് നല്ലതാണോ അല്ലെങ്കിൽ ഇത് ചൂഷണം ചെയ്യുന്ന നിയമമാണോ എന്നൊന്നും ചിന്തിക്കാനുള്ള ബോധാഘട്ടത്തിലില്ല. അത് അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോഴേ ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളത് നോട്ട് ചെയ്യുക. ഈ ഘട്ടത്തിൽ അധികാര കേന്ദ്രം, സാമൂഹ്യ വ്യവസ്ഥ, നിയമങ്ങൾ എന്നിവയോട് വിധേയത്വവും അനുസരണയും പ്രകടമാകുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് കാത്തു നിൽക്കാതെ മനസാക്ഷിക്കനുസൃതമായി പ്രവർത്തിക്കാൻ കഴിയുന്നു. നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് മൂന്നാമത്തെ ഘട്ടമാണ് യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം. ഏതാ? യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം. പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്, അതാണ് സംഭവം. പ്രീ കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ, അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ സദാചാര മൂല്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന കാലഘട്ടമാണ് ഈ മൂന്നാമത്തെ കാലഘട്ടം. സദാചാര മൂല്യങ്ങൾ ചിന്തിക്കും, ഇതൊക്കെ സമൂഹത്തിന് ഗുണമാണോ, അതോ ഇതിലും വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്നു. സദാചാരങ്ങളെയും തത്വങ്ങളെയും നിയമങ്ങൾക്കതീതമായി സ്വതന്ത്രമായ കാഴ്ചപ്പാടിലൂടെ വിലയിരുത്തുന്ന ഘട്ടത്തിലാണ് ഉള്ളത്. അതായത് എല്ലാവരും പറയുന്ന നിയമം ഞാൻ അംഗീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, ഇത് ശരിക്കും ഉള്ളതാണോ, ഇത് മനുഷ്യന് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതൊക്കെ ചിന്തിക്കാൻ ഈ ഘട്ടത്തിലാണ് കുട്ടിക്ക് സാധിക്കുക. അവനവൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു സന്മാർഗിക ഘട്ടമാണിത്. ഇതിനും 2 ഉൾപ്പിരിവുകളുണ്ട്. അതായത് നിങ്ങൾ നിയമം ലംഘിക്കരുത് എന്ന് പറഞ്ഞ് സൊസൈറ്റി നിർബന്ധിക്കുന്ന ചില കാര്യങ്ങൾ പോലും അതിനെ വിരുദ്ധമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ക്ലാസിക് എക്സാമ്പിളാണ് കൊറോണ കാലത്ത് നമ്മളോട് ക്വാറൻറ്റൈനിലിരിക്കണം അല്ലെങ്കിൽ ക്വാറൻറ്റൈനിലിരിക്കുന്നിടത്തേക്ക് കയറി ചെല്ലരുത് എന്നൊക്കെ പറയുന്നു. പക്ഷേ അവിടെ ഒരാൾ ഒരു നെഞ്ചുവേദനയായിട്ട് വിളിക്കുകയാണ്, കൊറോണ ബാധിച്ചിരിക്കുന്ന ഒരാൾ. അവിടെ സഹായിക്കാൻ ആരുമില്ല. നിങ്ങൾ ആ റൂളിനെ മറികടന്നുകൊണ്ട് ആ മതിലയാടി അവരെ പോയി രക്ഷിച്ച് കയറ്റുന്നു. റൂൾ തെറ്റിച്ചു, ആ സമയത്ത് റൂളുള്ള തെറ്റിച്ചു. പക്ഷേ അത് എന്ത് ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ്? അവനവൻ്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിനെ തന്നെ 2 തലമായിട്ട് വീണ്ടും തിരിക്കുന്നു. സാമൂഹിക വ്യവസ്ഥാ പാലനം, സോഷ്യൽ കോൺട്രാക്റ്റ് ഓറിയൻറ്റേഷൻ. യുക്തിബോധം ത്രസിച്ചു നിൽക്കുന്ന തലമായതുകൊണ്ട് തന്നെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന നിയമങ്ങളെ മാത്രം മാനിക്കുന്നു. സാമൂഹിക വ്യവസ്ഥാ പാലനം, സോഷ്യൽ കോൺട്രാക്റ്റ് ഓറിയൻറ്റേഷൻ. സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന നിയമങ്ങളെ മാത്രം മാനിക്കുന്നതാണ് ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകത. ഓർമ്മയിലുണ്ടാവണം. സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളെയും ഏകപക്ഷീയമായി അംഗീകരിക്കുന്നില്ല, മറിച്ച് അവയെ വ്യക്തിയുടെ അവകാശങ്ങളുമായി സമൂഹത്തിൻ്റെ നന്മയുമായി തട്ടിച്ചു നോക്കി വിശകലനം ചെയ്യുകയും പ്രയോജനമില്ലാത്ത നിയമങ്ങളെ മാറ്റുന്നതിനു വേണ്ടി പരിശ്രമിക്കുകയുമാണ് ഈ തലത്തിലുള്ളവർ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആശയമാണ്. ചോദ്യമായിട്ട് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തത് 6ാമത്തെ തലം, അവസാനത്തെ തലം, സാർവത്രിക സദാചാര പാലന തത്വം, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓറിയൻറ്റേഷൻ. യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓറിയൻറ്റേഷൻ. മനസാക്ഷിയുടെ സ്വാധീനം എല്ലാ പ്രവർത്തികളിലും തെളിഞ്ഞു നിൽക്കുന്ന തലമാണിത്. നീതിക്കും യുക്തിക്കും നിരക്കുന്ന വിധത്തിൽ സദാചാരത്തെ നിർവഹിക്കാൻ കഴിയുന്നു. സന്മാർഗിക വികാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലമായിട്ട് പറയുന്ന ഒരു പോയിൻ്റ്. അതായത് മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുക, അല്ല, എല്ലാ തലങ്ങളും അങ്ങനെയാണ്. നീതിക്കും യുക്തിക്കും നിരക്കുന്ന വിധത്തിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുക.
ഒരു വസുദൈവ കുടുംബകം, ലോകം ഒരു കുടുംബമാണ് എന്നുള്ള ആ ഒരു വിശാലമായ തത്വത്തിലേക്ക് അത്ര വിശാലത വളർന്നു വരുന്ന ഒരു ഘട്ടമായിട്ട് നമുക്ക് സാർവത്രിക സദാചാര പരിപാലന തത്വം, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ, എല്ലാവർക്കും നല്ലത് വരുന്നത് ചെയ്യുക, അല്ലേ? വലിയ ഗുരുക്കന്മാരും കാര്യങ്ങൾ അവരങ്ങനെ ആ ലെവലിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു സംഭവം ആണ് 6ാമത്തെ ലെവലിലേക്ക് എത്തുന്നത്. സ്വന്തമായ മൂല്യരൂപീകരണം നടത്തുന്നു, ന്യായം, നീതി, സമത്വം തുടങ്ങിയ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നൈതിക ബോധം വികസിക്കുകയും നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയും നിയമങ്ങളെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും ചെയ്യുന്നു. ഗാന്ധിജിയും മറ്റും ഇങ്ങനെ തങ്ങളുടെ മനസാക്ഷിക്കിണങ്ങുന്ന പുതിയൊരു സാമൂഹ്യ സൃഷ്ടിക്കായി പ്രയത്നിച്ചതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, കേരള ചരിത്രത്തിൽ കേരള നവോത്ഥാന രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ മഹാരഥന്മാരായിട്ടുള്ള ആൾക്കാരും, അതിപ്പോൾ അയ്യങ്കാളി ആയിക്കോട്ടെ, ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ, അല്ലെങ്കിൽ വി ടി ഭട്ടതിരിപ്പാട് ആയിക്കോട്ടെ, അങ്ങനെ ആരാണെങ്കിലും അവരെല്ലാവരും ശ്രമിച്ചത് എന്താ? അന്നത്തെ വ്യവസ്ഥിതിയിൽ നിലനിൽക്കുന്ന പോരായ്മകൾ, നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് സോർട്ട് ചെയ്തിട്ട് പുതിയൊരു ഈ ലോകത്തെ പടുത്തുയർത്താൻ, പുതിയൊരു രാജ്യത്തെ ഉണ്ടാക്കിയെടുക്കാനാണ് ആ നേതാക്കന്മാരെല്ലാം ശ്രമിച്ചത്, അല്ലെങ്കിൽ പുതിയൊരു സമൂഹത്തെ വാർത്തെടുക്കാനാണ് ശ്രമിച്ചത്. അത് ഈ ഒരു ലെവലിൽ വന്നിരുന്ന കാര്യമാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്കത് ഓർത്തിരിക്കാം. എന്തായിരുന്നു? സാർവത്രിക സദാചാര പാലന തത്വം. സാർവത്രിക സദാചാര പാലന തത്വം ഏതൊരു സവിശേഷ സംഭവത്തെയും സൂക്ഷ്മമായി വിശകലനം ചെയ്യാനും സാമൂഹിക വ്യവസ്ഥയെ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താനും പര്യാപ്തമായി ഈ തലത്തിൽ എത്തുന്നതിന് കുട്ടികൾക്ക് അവസരം നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചർച്ചകളും ക്ലാസ് മുറിയിലും സ്കൂളിലും ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് റിവൈൻഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഒന്ന് പോസ് ചെയ്ത് വയ്ക്കാമോ? എന്നിട്ട് നിങ്ങൾ ആ 3 ഘട്ടങ്ങളെക്കുറിച്ചും ഓരോ ഘട്ടത്തിലെ 2 പിരിവുകളെക്കുറിച്ചും നിങ്ങളുടെ മനസ്സിൽ ആ പേരുകൾ വരുന്നുണ്ടോ എന്നൊന്ന് റിവൈൻഡ് ചെയ്യാൻ ശ്രമിക്കാമോ? അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം റിഫ്രഷ് ചെയ്ത് പിടിക്കാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാവും. ഇത് പാസീവായിട്ട് കേട്ടാൽ നിങ്ങൾ പഠിക്കില്ല. ഇത് മുഴുവനായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് നല്ല എഫക്റ്റീവായിട്ട് മാറ്റം ഉണ്ടാവും. നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പോകാൻ പോവുക. ഏത്? പഠിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്. ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാൻ പോവുക. എല്ലാ കാര്യങ്ങളും റിവൈൻഡ് ചെയ്യാൻ പോവുക. HD-യിലിട്ട് കാണണം ഇനിയുള്ള പോർഷൻ. അതിന് മുമ്പ് നിങ്ങൾ പോസ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് ഒന്നുകൂടി ആ ടേമുകളൊന്ന് മനസ്സിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. വരുന്നില്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അത് വരാൻ പോവുകയാണ്. ഒന്നാമത്തെ എന്തായിരുന്നു? പൂർവ്വ അല്ലെങ്കിൽ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്, പൂർവ്വ യാഥാസ്ഥിതിക സദാചാര ഘട്ടം എന്നുള്ളതായിരുന്നു ആ ഒരു പേര്. ഓർത്തിരിക്കണം. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്, പൂർവ്വ യാഥാസ്ഥിതിക സദാചാര ഘട്ടം. അതിൽ തന്നെ 2 എണ്ണം ഉണ്ടായിരുന്നു: ശിക്ഷയും അനുസരണയും പ്രായോഗികമായ ആപേക്ഷികത്വം, ഇൻസ്ട്രുമെൻ്റൽ റിലേറ്റിവിസ്റ്റ് ഓറിയൻറ്റേഷൻ. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രം അനുസരിക്കുക, ശാരീരികമായ അനന്തരഫലങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ശിക്ഷ ഒഴിവാക്കാൻ അധികാരികളെ അനുസരിക്കുന്നു, ആവശ്യങ്ങൾ തൃപ്തിപ്പെടാനുള്ള ആയോജനഘട്ടം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശിക്ഷയും അനുസരണയും എന്ന ഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഭാവിയിലെ ആനുകൂല്യങ്ങൾക്കായി നന്നായി പെരുമാറുന്നു, ആവശ്യങ്ങൾ തൃപ്തിപ്പെടാനുള്ള ആയോജനഘട്ടമായിട്ട് അതിനെ കാണാൻ പറ്റും. ചട്ടങ്ങൾ പാലിക്കുന്ന തത്സമയ താല്പര്യം മുൻനിർത്തിയാണ്. നീതിനിഷ്ഠ, പാരസ്പര്യം, തുല്യമായി പങ്കിടൽ എന്നിവയുടെ കേവല രൂപങ്ങൾ പ്രകടമാണ്. അതായത് ഇങ്ങോട്ടും അങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നത്. ഒരു പെൻസിൽ എന്നാൽ മിഠായി തരാമെന്ന് പറയുന്ന കേസ് നമ്മൾ കണ്ടില്ലേ? അത് പൂർവ്വ യാഥാസ്ഥിതിക സദാചാരഘട്ടം, ശിക്ഷയും അനുസരണയും പ്രായോഗികമായ ആപേക്ഷികത്വം. പ്രായോഗികത നോക്കിക്കണ്ടുകൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കണം. പോസ് ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് അതിനൊന്ന് കണക്ട് ചെയ്ത് വായിക്കുക. ടേബിളിന് നന്നായിട്ട് പഠിച്ചു വയ്ക്കൂ. അതിനകത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. കൺസെപ്റ്റ് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ യാഥാസ്ഥിതിക സദാചാരഘട്ടം, കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്, വ്യക്തിയാന്തര സമവായം, ഇൻ്റർപേഴ്സണൽ കോൺകോർഡൻസ് ഓറിയൻറ്റേഷൻ, ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയൻറ്റേഷൻ, നിയമ സുസ്ഥിതി പാലനം, സോഷ്യൽ മെയിൻ്റനൻസ് ഓർ ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ. അപ്പോൾ യാഥാസ്ഥിതിക സദാചാരഘട്ടത്തിൽ മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിക്കുക, മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുക, സംഘ മാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുക, സാമൂഹ്യ ചിട്ടകൾക്ക് വേണ്ടി നിയമങ്ങൾ പാലിക്കുന്നു, സാമൂഹ്യ നിയമങ്ങളോട് ആയോജനം പുലർത്തുന്നു. ഇതെല്ലാം ആ ഘട്ടത്തിൽ വരുന്ന യാഥാസ്ഥിതിക സദാചാരഘട്ടത്തിൽ. വ്യക്തിയാന്തര സമവായം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ കയ്യടിക്ക് വേണ്ടിയിട്ടും അവർ ഗുഡ് ബോയ് നൈസ് ഗേൾ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടും ജീവിക്കുകയാണ്. സംഘ മാനദണ്ഡങ്ങളോട് ആയോജനം പുലർത്തുന്നുണ്ട്. ഒരു ഗ്രൂപ്പിൽ എങ്ങനെ ആയിരിക്കണം എന്ന ആ ഒരു പെരുമാറ്റ രീതി അവർ കൊണ്ടുവരുന്നുണ്ട്. ദെൻ നിയമ സുസ്ഥിതി പാലനം, സോഷ്യൽ മെയിൻ്റനൻസ് ഓർ ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ. അതിൽ സാമൂഹ്യ ചിട്ടകൾക്ക് വേണ്ടിയിട്ട് നിയമങ്ങൾ പാലിക്കുകയാണ്. സമൂഹത്തിലെ നിയമങ്ങളോട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പുലർത്തുകയാണ്. അതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചൊന്നും ഇവർക്ക് വലിയ ബോധമില്ല എന്നുള്ള ഓർത്തിരിക്കാം. യാഥാസ്ഥിതിക സദാചാരഘട്ടം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. വ്യക്തിയാന്തര സമവായവും നിയമസുസ്ഥിതി പാലനവും അതിനകത്ത് വരുന്ന കാര്യങ്ങൾ. പോസ് ചെയ്യുക, റിപ്പീറ്റ് അടിച്ച് കേൾക്കണമെങ്കിൽ കേട്ടോ, വായിക്കണമെങ്കിൽ വായിച്ചോ, പഠിച്ച് തീർത്ത് വെക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്നതാണ്. ദെൻ യാഥാസ്ഥിതികാനന്തര സദാചാരഘട്ടം. എന്താ അത്? യാഥാസ്ഥിതികാനന്തര സദാചാരഘട്ടം, സാമൂഹിക വ്യവസ്ഥാ പാലനം, സാർവത്രിക സദാചാര പാലന തത്വം. സാമൂഹിക വ്യവസ്ഥാ പാലനം, സാർവത്രിക സദാചാര
പാലന തത്വം. അതിനകത്ത് സോഷ്യൽ കോൺട്രാക്ട് ഓറിയന്റേഷൻ, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ. അതിലെന്തൊക്കെയാണ്? സമൂഹത്തിൻ്റെ നിയമങ്ങൾ മനുഷ്യ നന്മയ്ക്കായിരിക്കണമെന്ന വിശ്വാസം, ജനായത്ത രീതിയിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളുമായി സന്മാർഗ മാതൃകകളുമായി ആയോജനം പുലർത്തുന്നുണ്ട്. അതായത് എല്ലാവർക്കും നല്ലതാണെങ്കിൽ അതിനെ അംഗീകരിക്കുന്ന രീതി. ദെൻ സാർവത്രികമായ സന്മാർഗ സിദ്ധാന്തങ്ങളുമായി ആയോജനം പുലർത്തുന്ന ന്യായം, നീതി, സമത്വം തുടങ്ങിയ നൈതിക തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ നൈതിക ബോധം ഉണ്ടാക്കിയെടുക്കുന്ന ഘട്ടമാണ് സാർവത്രിക സദാചാര പാലനത്വം, യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ. പോസ് ചെയ്ത് വയ്ക്കുക. ആദ്യം 3 ഘട്ടങ്ങളെ പ്രീ കൺവെൻഷണൽ, പോസ്റ്റ് കൺവെൻഷണൽ. ദെൻ ഓരോന്നിൻ്റെയും 2 ഡിവിഷൻ. പ്രീയിൽ എങ്ങനെയായിരുന്നു? ശിക്ഷയും അനുസരണയും പ്രായോഗികമായിട്ടുള്ള ആപേക്ഷികത്വവും. ദെൻ യാഥാസ്ഥിക സദാചാരഘട്ടത്തിലോ വ്യക്തിയാന്തര സമവായം, നിയമസുസ്ഥിതി പാലനം. ദെൻ സാമൂഹ്യ വ്യവസ്ഥാപാലനവും സാർവത്രിക സദാചാര പാലന തത്വവും, യാഥാസ്ഥികാനന്തര സദാചാരഘട്ടം. പ്രത്യേകതകൾ ഓർത്തിരിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ അത്രയും വലിയൊരു ടോപ്പിക്ക് എപ്പോഴും ആളുകൾ ആവർത്തിച്ച് തെറ്റിക്കുന്ന ഒരു മേഖല നന്നായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരു മാർക്കും ഇനി അതിനകത്ത് പോകില്ല. ഹെയ്ൻസ് ഡിലേമ തൊട്ട് അവിടുത്തെ 3 ഘട്ടങ്ങളും അതിൽ 6 തലങ്ങളും വിശദമായിട്ട് എക്സാമ്പിൾ വെച്ച് ക്വസ്റ്റ്യൻസ് വരും. ഇനിയും പ്രതീക്ഷിക്കാൻ നമുക്ക് അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കാൻ. ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻറ്റും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതുപോലെ ഏതെങ്കിലും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തണം. നമുക്ക് ഇനിയും അത് ഡിസ്കസ് ചെയ്യാം. സോ ചോദ്യപ്പെട്ടിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ റിവൈൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോവുക. സോ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് LPUPക്ക് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് കഴിഞ്ഞ തവണ കണ്ടതാണ്. അടുത്ത തവണയും 1ാം റാങ്കിന് വേണ്ടി തന്നെ ആവണം നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത്. അതിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. എത്രയും പെട്ടെന്ന് എൻട്രിക്കൊപ്പം കൂടുക. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.